നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രാർത്ഥിച്ച ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടുവെന്നാ പപ്പി പറയുന്നേ. മോള് പ്രാർത്ഥിക്ക്, നല്ലോണം പ്രാർത്ഥിക്ക്. അപ്പൊ നാളെ എന്റെ ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടോ? വിടും. ശാരദാമ്മയും പ്രാർത്ഥിക്കോ? എടി കൊച്ചെ, ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കരുതോ? വെറുതെ എന്തിനാ കൂട്ടിയിട്ട് നശിപ്പിച്ചു കളയുന്നത്? എല്ലാം ഇനി ഒന്നിന് തുടങ്ങാനിരിക്കുക. ഇതിങ്ങനെ ഡെഡ് മണിയായി കിടക്കുന്നത് സുസ്മിതയുടെ വരവും കാത്ത. എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടായിരുന്നു അവൾക്കിത് എടുക്കുമ്പോ. അവൾ അകത്തായപ്പോ ഇതിന്റെ പ്ലാനും പദ്ധതിയും അതും അകത്തായി. ഇനിയിപ്പോ ഉടനെ തന്നെ അവൾ ഇറങ്ങില്ലേ? ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ പൊടി പൂരമല്ലേ. സുസ്മിത ഇറങ്ങുമ്പോ അവളുടെ സ്വപ്നനായകൻ വിഷ്ണു അകത്തും. നാളെ കോടതിയില് ശാലിനി കാർത്തികയെ ഹാജരാക്കും എന്ന പ്രതീക്ഷയിലാ അളിയൻ അർജുൻ നിൽക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാ അകത്ത് പുറം ലോകം സ്വപ്നം കണ്ടു കിടക്കുന്ന വിഷ്ണുവും. വിഷ്ണുവിനെ പുറത്തിറക്കിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള സ്വപ്നവും കണ്ടുകൊണ്ട് ശാലിനിയും കാത്തിരിക്കുന്നുണ്ട്. എല്ലാം നാളത്തെ കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും. എടി, ആ വിധി പറയുന്ന ജഡ്ജിയുടെ മുമ്പിലുള്ള മാന്ത്രിക ചെപ്പ് തുറക്കാനുള്ള താക്കോലോ അത് നമ്മുടെ കയ്യിൽ. കാർത്തിക മരണപ്പെടേണ്ടവളും വിഷ്ണു ശിക്ഷ അനുഭവിക്കേണ്ടവനും ശാലിനി ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ടവളുമാ. അതിന് മാർഗദീപം തെളിയിച്ചു കൊടുക്കേണ്ട പാവപ്പെട്ട രണ്ട് കുഞ്ഞാടുകളുടെ വേഷമാ നമുക്ക് രണ്ടുപേർക്കും. എടി കൊച്ചേ, എന്നെ എങ്ങനെ വലിയ വിശുദ്ധരൊന്നും ആകല്ലേ. ആ പരിവേഷേ എനിക്കങ്ങനെ ഒട്ടും ചേരല്ല മോളെ. എടി, രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഈ ചോര കുടിക്കുന്ന കുറുക്കനാട്ടെന്നെ കാണിച്ചോ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ഒരുപാട് വിഷ്ണുവിനെ ശാലിനിയെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആസ്വദിക്കുക എന്നുള്ള സത്യമാണ്. എന്ന് കരുതി ഞാനൊരു സാഡിസ്റ്റ് ഒന്നുമല്ല. മറ്റുള്ളവരുടെ സങ്കടവും വേദനയെ കാണുമ്പോൾ തോന്നുന്നൊരു പുളകമുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ദ്രോഹിക്കണമെന്ന് തോന്നിപ്പോ എന്താ ചെയ്യുക? ശാലിനി, വിഷ്ണു, സത്യഭാമ, ഇത് മൂന്നും ഞാൻ വെറുക്കുന്നവരുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേരുകളാണ്. ഇവരെ മൂന്നുപേരെയും ഞാൻ നന്നായി തന്നെ ദ്രോഹിക്കും, എന്റെ കഴിവിനനുസരിച്ച്. കാർത്തിക പടമായി ഭിത്തിയിൽ കയറിയ കോടതിക്ക് മുന്നിൽ വിഷ്ണു തെറ്റുകാരനാകും. കോടതി വിഷ്ണുവിനെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ട ശാലിനിയുടെ മാനസിക നില തെറ്റും. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ശാലിനിയെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കറണ്ട് അടുപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ കുറവില് തകർന്നുപോയ സത്യഭാമയെ ഏത് രീതിയിലും വീഴ്ത്താം. ഒന്ന് വീണ സത്യഭാമ പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കില്ല. ചിറ്റപ്പന്റെ ശത്രുക്കളെ ഭാവിയിൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിശദീകരിക്കുന്ന മാസ്റ്റർ പ്ലാനാ ഞാനീ പറയുന്നത്. എങ്ങനെയുണ്ട്? വർക്കൗട്ടാക്കി എടുക്കണം. അതിൽ ശാലിനിയെ ഷോക്കടിപ്പിക്കുന്ന ദിവസം വരുമ്പോ എനിക്കതൊന്ന് കാണണം. നമ്മുടെ ശത്രുക്കൾ ഷോക്കടിച്ച് പടയുന്ന കാണുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അത് കണ്ടു തന്നെ അറിയണം. ആ, എന്തായി കാര്യങ്ങൾ? ഒന്ന് ആത്മാർത്ഥിച്ച് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വാർത്തയും കൊണ്ടാണോ വന്നിരിക്കുന്നത്? കാർത്തിക മരണപ്പെട്ടു. ബോഡി ഒരു പൊട്ടക്കണ്ടിലാ വീണേ. അത് കലക്കി. ഇനി ഏതവിടെ കിടന്നോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ മരിച്ചു എന്ന് ഉറപ്പല്ലടാ. ഉറപ്പാക്കിയിട്ടാ ഞങ്ങള് പോകുന്നത്. ഇതിപ്പോ ഒരു ഒന്നൊന്നര സന്തോഷം തരുന്ന വാർത്തയാണല്ലോ. അപ്പോ നാളെ ശാലിനി കാർത്തിയെ ജീവനോട് കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതിനിപ്പോ എന്നായി? ഒരു വഴിയില്ല. കൊലക്കുറ്റത്തിന് വിഷ്ണുവിനെ ശിക്ഷിക്കുന്നത് ചങ്ക് തകരുന്ന വേദനയോടെ കേട്ടു നിൽക്കേണ്ടി വരും. യുവമാർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ കൊടുത്തുവിടുക. എന്നിട്ട് നമ്മൾ ഇന്ന് ഈ സന്തോഷം ഒന്ന് എൻജോയ് ചെയ്യും. എടി, നാളത്തെ ദിനവും നാളത്തെ സൂര്യോദയം നമ്മളതാടി. കാരണം വിജയം നമുക്കാ. വിജയിക്കുന്നവർക്കുള്ളതാണ് ഈ ലോകം, തോൽക്കുന്നവർക്കുള്ളതല്ല. നാളെ വിഷ്ണുവച്ചനെ കോടതിയിൽ കൊണ്ടുവരുന്ന ദിവസമാണ്. വിഷ്ണുവച്ചനെ ജയിലിൽ പിടിച്ചിടുമെന്നാ പറയുന്നത്. അങ്ങനെ വന്നാ പിന്നെ വിഷ്ണുവച്ചനെ പപ്പിമോൾക്ക് കാണാനേ പറ്റില്ല. സത്യയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാം. ചിലപ്പോ പ്രാർത്ഥന കേട്ടിട്ട് വിഷ്ണുവച്ചനെ കോടതി വെറുതെ വിട്ടാലോ?
പപ്പി? ആ സത്യ, നാളെ വിഷ്ണുവച്ചനെ കോടതിയിൽ കൊണ്ടുവരുന്ന ദിവസാ. എനിക്കറിയാം പപ്പി. ഞാനൊരു കാര്യം പറഞ്ഞ സത്യ കേക്കോ? പപ്പി പറ. വിഷ്ണുവച്ചനെ നാളെ കോടതിയിൽ നിന്ന് രക്ഷിച്ചോണ്ട് വരാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. വിഷ്ണുവച്ചനെ ഒരാപത്തും വരുത്താതെ വെറുതെ വിടണോന്ന് കണ്ണനോട് സത്യ പറയോ? ഞാൻ പ്രാർത്ഥിക്കാം പപ്പി. എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എന്റെ മക്കളെ, നിങ്ങൾ രണ്ടുപേരും സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. രണ്ടു മക്കളും കൂടി ഒരു കഥയോ അറിയാതെ അച്ഛന് വേണ്ടി കേണപേക്ഷിക്കുമ്പോ ഏത് ദൈവത്തിനാ അത് കണ്ടില്ലെന്ന് നടിക്കാനാവുന്നത്? അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആ ചോരയുടെ ഗുണമുണ്ടല്ലോ, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്ന ആ സത്യം ഒന്ന് മാത്രം മതി നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാൻ. കൊച്ചുകുട്ടികൾ മനസ്സുനൊന്ന് പ്രാർത്ഥിച്ച ഈശ്വരന് കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാ ഇവിടുത്തെ രമണനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും സങ്കടപ്പെട്ടതിന് ഭഗവാനെ വിളിക്കണേ സത്യേ. നമ്മുടെ സങ്കടം കണ്ട് ഭഗവാന്റെ കണ്ണു നിറയണം. അപ്പൊ നമ്മുടെ വിഷ്ണുവച്ചനെ അവര് വെറുതെ വിടും. ഞാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കാം പപ്പി. എനിക്ക് എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം. അതിന് ഞാൻ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാവും. എന്നാ ശരി സത്യേ. ശരി പപ്പി. ആ ശാരദാമ്മേ, പ്രാർത്ഥിച്ച ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടുമെന്നാ പപ്പി പറയുന്നേ. മോള് പ്രാർത്ഥിക്ക്, നല്ലോണം പ്രാർത്ഥിക്ക്. അപ്പൊ നാളെ എന്റെ ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടോ? വിടും. ശാരദാമ്മയും പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കാം മോളെ, പ്രാർത്ഥിക്കാം. നല്ല ശാരദാമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.